ദുരന്തർ 2 ദി റിവഞ്ച് ഒരിക്കൽ പോലും ബോളിവുഡ് പോലും സ്വപ്നം കാണാത്ത അസാധാരണമായ വിജയം. വെറും 10 ദിവസം കൊണ്ട് ബാഹുബലി 2-നെ മറികടന്നാണ്, കളക്ഷനിൽ മറികടന്നാണ് ദുരന്തർ പായുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, ഈ സിനിമയിൽ ഈഗോ ഉണ്ട്, ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒക്കെ കാണുമായിരിക്കും. പക്ഷേ ബാഹുബലി ടീം തന്നെ കൺഗ്രാറ്റ്സ് ദുരന്തറിന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സറിയുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള സ്നേഹവും അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കൺഗ്രാറ്റ്സ് ദുരന്തർ ടീം എന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും അർഹിക്കുന്നുണ്ട് ദുരന്തർ 2. കാരണം ദുരന്തർ 1 ആണെങ്കിലും ഗംഭീരമാണ്, ദുരന്തർ 2 ആണെങ്കിൽ 10 ദിവസം, ഇപ്പം 11-ാമത്തെ ദിവസം ദുരന്തർ 1-ന്റെ കളക്ഷനും മറികടന്ന് ദുരന്തർ 2 ടോപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി എത്രത്തിലോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. 2000 മറികടക്കുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വെറും 10 ദിവസം മതി ഒരു ഗംഭീര സിനിമ. എത്ര രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയുണ്ട്, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, എന്ത് പറഞ്ഞാലും GCCയിൽ ഈ പടം റിലീസ് ചെയ്തിട്ടില്ല, ഇതെല്ലാം പറഞ്ഞിട്ടും കളക്ഷൻ യാതൊരു കുറവില്ല. ഈ ഞായറാഴ്ച, അതായത് 11-ാമത്തെ ദിവസം 71 കോടി രൂപയാണ് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. അതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുന്നത് ജിയോ സ്റ്റുഡിയോസ് വളരെ പക്ക, അവരുടെ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഓരോ ദിവസത്തെയും കളക്ഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഓരോ ദിവസവും കളക്ഷൻ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അന്നേരം ഗംഭീര മേക്കിങ്ങും ഗംഭീര അഭിനയവും, രൺവീർ സിംഗിന്റെ ഒരു രക്ഷയില്ലാത്ത അഭിനയവും മാധവനും എല്ലാം ഒരു രക്ഷയില്ലാതെ ചെയ്യുമ്പം എല്ലാ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങൾ അസാധാരണ വഴി ചെയ്യുകയും അതിൻ്റെ കിങ് മേക്കർ എന്ന് പറഞ്ഞ ആദിത്യ ദറാണ് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തപ്പോഴത്തേന് റെക്കോർഡുകളെല്ലാം മാറി. ബോളിവുഡിന് എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ പറ്റും ദുരന്തർ.